നിങ്ങൾ അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾക്ക് ഇച്ചിരി വയറിന് ലെങ്ത് കൂടിയാൽ കുഴപ്പമില്ല. ഹലോ ഫ്രണ്ട്സ്, ഈ ആംപ്ലിഫയർ ഞാൻ ഒരു 5 വർഷത്തിന് മുന്നേ റിപ്പയർ ചെയ്തൊരു ആംപ്ലിഫയർ ആയിരുന്നു. ഞാൻ റിപ്പയറിന് ശേഷം വേറെ എവിടേക്കോ കൊടുത്ത് അവർ മൈക്ക് പ്രീയൊക്കെ ആഡ് ചെയ്തെന്ന് പറയുന്നു. മൈക്കിന് ക്വാളിറ്റി കിട്ടാൻ വേണ്ടി സൗണ്ട് കുറവായിരുന്നു, ലോക്കൽ മൈക്കാണ് യൂസ് ചെയ്തതുകൊണ്ട് വേറെ എവിടെയോ കൊടുത്ത് പുള്ളിക്കാരന് ക്വാളിറ്റി വരുത്തി എന്ന് പറയുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഉള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഹമ്മിങ് നോയ്സാണ്. ആംപ്ലിഫയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് കേൾക്കാൻ കഴിയത്തില്ല, ഫുള്ള് നോയ്സിൻ്റെ ബഹളം. മൈക്ക് കണക്ട് ചെയ്താലും അങ്ങനെ തന്നെ, MP3 പ്ലെയറിലും അങ്ങനെ തന്നെ. അപ്പോൾ അതെന്താണെന്ന് ഇളക്കി നോക്കണം. ബ്ലൂടൂത്തിൻ്റെ പാനലും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. നോക്കാം. ഓഹോ അപ്പോൾ അന്ന് വന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിൻ്റെ ബാസ്റ്റബിൾ ബോർഡിന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റി ഇല്ലായിരുന്നു. അത് കാരണം ആ ബാസ്റ്റബിൾ ബോർഡ് മാറ്റിയിട്ട് അഡീഷണൽ ഒരു പവർ ട്രാക്കിൻ്റെ ബാസ്റ്റബിൾ ബോർഡ് ഞാൻ അന്ന് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ അതിന് ശേഷം ഈ രണ്ടാമത് പണിഞ്ഞ ടെക്നീഷ്യൻ്റെ പരിപാടിയാണ് ഈ കാണുന്നത്. ഇത്രയും നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെങ്കിലോ അല്ലെങ്കിൽ തുടക്കക്കാരനാണെങ്കിലോ പണി അത്യാവശ്യം അറിയാമെങ്കിലോ ഇങ്ങനെ ആംപ്ലിഫയർ പണിയരുത്, ഇങ്ങനെ പണിയാൻ നിൽക്കരുത്. കാരണം ഇത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നോയ്സ് വരും. നോയ്സ് കൺഫേം ആയിട്ട് വന്നിരിക്കും. കാരണം ഈ വയറിംഗ് ഒക്കെ നോക്കിയോ, മൈക്ക് ഫ്രീ ഒക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ആ ടെക്നീഷ്യൻ പണിഞ്ഞു കൊടുത്ത് 4 മാസമായപ്പോഴത്തേക്ക് കംപ്ലൈൻറ്റ് വന്നത്, ഹമ്മിങ് നോയ്സ് വന്നത്. നിങ്ങൾ അസംബിൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾക്ക് ഇച്ചിരി വയറിന് ലെങ്ത് കൂടിയാൽ കുഴപ്പമില്ല, ഇച്ചിരി ടൈം അധികം എടുത്താലും കുഴപ്പമില്ല. ഒരു സ്പേസറൊക്കെ വെച്ച് ഒരു ഹോളൊക്കെ ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തായിരുന്നെങ്കിൽ ഇതിനിപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വരത്തില്ലായിരുന്നു. ഇത് ഇതിനകത്ത് നല്ല പണിയുണ്ട്, കെട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ ഗെയിനർ ബോർഡൊക്കെ ആഡ് ചെയ്യുന്നത് ബെറ്റർ തന്നെ, നല്ലൊരു ഓപ്ഷൻ തന്നെ. പക്ഷെ അതിനകത്ത് നല്ല ഇഷ്ടം പോലെ കിടപ്പുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അഡീഷണൽ ബാക്കി കാര്യങ്ങൾ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ അതിനകത്ത് കുറേ കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു സ്ക്രൂ ചെയ്തിട്ട് ഒരിച്ചിരി വയറിന് നീളം പോകുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിനും ഫുള്ള് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നു. ഇനി ഈ വയറിങ് ഫുള്ള് റീവയറിങ് ചെയ്ത് നല്ല കണ്ടീഷനാക്കി അടിപൊളിയാക്കി എടുക്കണം. അപ്പം നിങ്ങൾ പറയാനുള്ളത്, ഒന്നെങ്കിൽ കൊടുക്കുമ്പോൾ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യുന്ന ടെക്നീഷ്യന്മാരിലോട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ വയറിങ് ഇച്ചിരി കൂടെ ബെറ്റർ ആയാലേ ആംപ്ലിഫയർ എപ്പോഴായാലും ലാസ്റ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ ഇത് കണക്ക് എന്തെങ്കിലും നോയ്സും കാര്യങ്ങളൊക്കെ കയറി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം, ഈ ഒരു ഗെയിനർ സെക്ഷൻ എങ്ങും സ്ക്രൂ ചെയ്തിട്ടില്ല, ടൈറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ബാസ്റ്റബിൾ ബോർഡ് സ്പേസർ വെച്ച് ടൈറ്റ് ചെയ്ത് നല്ല സ്ക്രൂ ഇട്ട് ബോൾട്ട് ഇട്ട് മുറുക്കിയിരിക്കുമായിരുന്നു. അതുപോലെ ഇതും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളായിരുന്നു. ഒന്നെങ്കിൽ ടൈം ലാഭിക്കാൻ വേണ്ടിയായിരിക്കും ഈ പണിഞ്ഞ ആളിങ്ങനെ ചെയ്തത്. ചെറിയൊരു കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം വർക്ക് അറിയാവുന്ന ഒരാളെയിൽ ഏൽപ്പിക്കുന്നതായിരിക്കും ബെറ്റർ, ടെക്നീഷ്യന്മാരിൽ. കാരണം ഇതുപോലൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനടുത്ത് കംപ്ലൈൻറ്റ്. ആ വയറിംഗ് ഒക്കെ എവിടെയെങ്കിലും ഷോർട്ടായി കഴിഞ്ഞാൽ ആ ആംപ്ലിഫയറിൻ്റെ ബോർഡ് അടിച്ച് പോകത്തില്ലായിരുന്നു. അങ്ങനെ പല, അപ്പോൾ വീണ്ടും ക്യാഷ് ഇറങ്ങത്തേ ഉള്ളൂ അതിനകത്ത്. അത് വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നേക്കും നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ടെക്നീഷ്യന്മാരെ നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു ടെക്നീഷ്യന്മാരെ ഏൽപ്പിക്കുക. ഞാനിത് ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാരണം, ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇതിനൊരു നോയ്സ് വന്നത്. അതേസമയം നല്ല സ്ക്രൂ ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടിരുന്നായിരുന്നെങ്കിൽ ഒരിക്കലും നോയ്സ് വരത്തില്ലായിരുന്നു. ഈ വയറിങ്ങൊക്കെ മാറ്റിയിട്ട് ഷീൽഡ് വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതിന്. അപ്പം മാക്സിമം നിങ്ങൾ അസംബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാമെന്നാണെങ്കിൽ പോലും ആംപ്ലിഫയർ റിപ്പയർ ചെയ്യുന്ന ആൾക്കാരിൽ കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ സ്പെയറുകളും റിപ്പയർ ചെയ്യുന്ന, എല്ലാ ആക്സസറീസ് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും അവർ ചെയ്യുന്നത്. കാരണം അവർക്ക് അത് ചെയ്തുള്ള എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ എപ്പോഴായാലും ആംപ്ലിഫയർ ചെയ്യുന്ന ആളെ മാത്രം ഒരു കംപ്ലൈൻ്റ് ആയാൽ പോലും കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കാണിച്ചു വെച്ചിരിക്കും. മാക്സിമം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക.